CITO ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ഖജനാപ്പാറ ജയരാജൻ എസ്റ്റേറ്റിൽ നടത്തിവരുന്ന സമരം 17 ദിവസം പിന്നിട്ടു. തൊഴിലാളികളെ കള്ളക്കേസിൽ കുടുക്കി സമരം പൊളിക്കാനാണ് മുതലാളി ശ്രമിക്കുന്നതെന്നും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം ചെയ്യുമെന്നും യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. ജോലി നിഷേധിച്ച തൊഴിലാളികൾക്ക് തിരികെ ജോലി നൽകുക, 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ബോണസും ശമ്പള കുടിശ്ശികയും നൽകുക, വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ഖജനാപ്പാറ ജയരാജൻ എസ്റ്റേറ്റിൽ നടത്തിവരുന്ന സമരം 17 ദിവസം പിന്നിട്ടു. തൊഴിലാളികളെ പിരിച്ചുവിട്ടതിന് ശേഷം പകരം ജോലിക്കെടുത്ത അതിഥി തൊഴിലാളികളെ മുഖം മൂടിധാരികൾ മർദ്ദിച്ചു എന്ന് പ്രചരിക്കപ്പെടുന്ന ആരോപണത്തിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്കോ യൂണിയന് ഒരു ബന്ധവുമില്ലെന്ന് ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി VA കുഞ്ഞുമോൻ പറഞ്ഞു. ആരുമില്ലാത്ത സമയത്ത് ആവശ്യത്തിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് സമരത്തെ നേരിടാനും കള്ളപ്പരാതികൾ കൊടുക്കാനും കേസെടുപ്പിക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇയാളുടെ ഈ കള്ളപ്പരാതി അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്കും തൊഴിൽ സമരത്തിനും എതിരായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലപാട് സ്വീകരിക്കില്ല എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അങ്ങനെ എടുക്കരുത് എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. പക്ഷേ ഒരുപക്ഷെ ഇയാളും പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള പേരിൽ പോലീസും ചിലപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുവരെ സമരം തുടരുമെന്നും അതിഥി തൊഴിലാളികളെ മർദ്ദിച്ചു എന്ന വ്യാജ പരാതിയെ നിയമപരമായി നേരിടുമെന്നും CITU ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ അറിയിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.